അപ്പൊ പോക്കറ്റ് സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ മാട്രസ് ആയി വന്നു കഴിയുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് പോക്കറ്റ് സ്പ്രിംഗ് ആണെന്ന് പറയുമ്പോൾ പലർക്കും അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്, എന്താണ് ഈ പോക്കറ്റ് സ്പ്രിംഗ്. പക്ഷെ നമ്മുടെ മുന്നിലെത്തുന്നത് മാട്രസ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളിലുള്ള കണ്ടന്റ് എന്താണ്, അത് എങ്ങനെയാണ് എന്ന് അറിയാൻ നമുക്ക് മാർഗമില്ല. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പോക്കറ്റ് സ്പ്രിംഗ്. ഇതാണ് നമ്മുടെ പോക്കറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്പ്രിങ്ങിനെയും പ്രത്യേകം പോക്കറ്റുകളാക്കിയിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ സ്പ്രിങ്ങിനെയും പ്രത്യേകം പോക്കറ്റിലാക്കിയിട്ട് കവർ ചെയ്തുകൊണ്ട് തന്നെ ആ കവർ ചെയ്യുന്ന ആ പോക്കറ്റ് ആക്കിയത് കൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെയാണ് അതിനെ പോക്കറ്റ് സ്പ്രിങ് എന്നുള്ള ആ പേര് വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്തെന്നുള്ള വെച്ചാൽ സാധാരണ സ്പ്രിങ്ങിൽ നിന്നും അല്ലെങ്കിൽ ബോണസ് സ്പ്രിങ്ങിൽ നിന്നും ഈ പോക്കറ്റ് സ്പ്രിങ്ങിനെ വേറിട്ട് നിർത്തുന്നത് ഇതിന്റെ ആക്ഷൻ ആണ്. നമ്മൾ ഇതിന്റെ ഒരു സൈഡിൽ എത്ര ആക്ഷൻ എടുത്താലും അത് അതിന്റെ മറ്റൊരു സൈഡിൽ കിടക്കുന്നവരെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ഒക്കെ ഉറക്കത്തിന്റെ സ്റ്റൈല് പലരുടെയും പല രീതിയിലാണ്. ചിലർ ഉറക്കത്തിന് നന്നായിട്ട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്നവരായിരിക്കും. കുറച്ചുകൂടെ വെയിറ്റ് ഉള്ളവരും കൂടെ ആണെങ്കിൽ പറയാൻ വേണ്ട, അടുത്ത് കിടക്കുന്നവരുടെ കാര്യം കട്ടപ്പോകാം. പക്ഷെ ഈ പോക്കറ്റ് സ്പ്രിംഗ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കംഫർട്ട്നെസ് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ സ്പൗസിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിൽ പങ്കാളിയുടെ ഉറക്കം മിസ്സാവാണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് പോക്കറ്റ് സ്പ്രിംഗ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്.